അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ നമ്മൾ 3 യാസീൻ സൂറത്ത് ഓതുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 3 യാസീൻ സൂറത്ത്, ഒന്ന് ദീർഘായുസ്സിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും ഒന്നാമത്തെ നിയത്ത് വെച്ചിട്ട് നമ്മൾ ഓതണം. രണ്ടാമത്തത് നമ്മുടെ സമ്പത്തിലും നമുക്കുള്ള ഭക്ഷണത്തിലും അള്ളാഹു നമുക്ക് തരുന്നതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവണം എന്ന നിയത്ത് വെച്ചിട്ട് രണ്ടാമത്തെ യാസീന് നമ്മൾ ഓതണം. മൂന്നാമത്തെ യാസീന് മരിക്കുന്ന സമയത്ത് ആക്കിബത്ത് നന്നായി ഈമാനോടെ മരിക്കണം എന്ന നല്ല നിയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ നമ്മൾ ആ യാസീനിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ്. സൂറത്തു ദുഹാൻ നമ്മൾ ഓതാം. സൂറത്തു ദുഹാൻ പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് ആ ദിക്ർ കാണാൻ കഴിയും. നമ്മളൊക്കെ എഴുതിയെടുക്കണം. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്ന ബിഹിൽമിക യാ അല്ലാഹ്. ഈ ദിക്ർ നാം ചൊല്ലണം. അതേ പ്രകാരം ഈ ദിക്ർ 70 തവണ ചൊല്ലണം എന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത്ത്. ഈ ദിക്ർ 100 തവണ നമ്മൾ കുടുംബത്തോട് ഒരുമിച്ച് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് മലയാളത്തിൽ നമ്മൾ അറിയാവുന്ന ദുആകളൊക്കെ നമ്മൾ ചൊല്ലണം. അതിന് ശേഷം ഒരു ദുആ ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആ അറിയുന്നവർ ഇൻഷാ അല്ലാഹ് ചൊല്ലുക, അല്ലാത്തവർ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നിങ്ങൾക്കത് അതിൻ്റെ ഫോട്ടോ കാണാൻ കഴിയും. ഇനി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പുകളിലേക്കോ മറ്റോ ഇൻഷാ അല്ലാഹ് നമ്മുടെ അഡ്മിന്മാർ അത് നിങ്ങൾക്ക് എത്തിച്ചു തരും. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ആ ദുആ ആ വീഡിയോയുടെ കൂടെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ദുആ കൂടി അതിൽ ചൊല്ലണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ ഹബ് ലനാ ഖൽബൻ തഖിയ്യൻ നഖിയ്യ മിനശ് ശിർകി ബരിയ്യ ലാ കാഫിറൻ വലാ ശഖിയ്യ. اللهم أحينا حياة السعداء وأمتنا موت الشهداء واحشرنا في زمرة الأنبياء والأصفياء. اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر، وإن كنت كتبت اسمي في ديوان الأشقياء فامح عني اسم الشقاوة وأثبتني في ديوان السعداء. فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب. يا ذا الجلال والإكرام ظهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين. إلهي جودك دلني عليك وإحسانك قربني إليك. أشكو إليك ما لا يخفى عليك وأسألك ما لا يعسر عليك إذ علمك بحالي يكفي عن سؤالي. يا مفرج كرب المكروبين فرج عني ما أنا فيه. لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. اللهم يا ذا المن ولا يمن عليك يا ذا الجلال والإكرام يا ذا الطول والإنعام. لا إله إلا أنت ظهر اللاجئين وجار المستجيرين ومأمن الخائفين وكنز الطالبين. اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو محروما أو مطرودا أو مقترا علي في الرزق وامح عني بفضلك شقاوتي وحرماني وطردي وإقتار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات. فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسلين. يمحو الله ما يشاء ويثبت وعنده أم الكتاب. وأسألك اللهم بحق التجلي الأعظم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عني من البلاء ما أعلم وما لا أعلم. فاغفر لي ما أنت به أعلم إنك أنت الأعز الأكرم الآمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد النبي الأمي
وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ ദുആ നമ്മൾ ചൊല്ലണം. നമുക്ക് മലയാളത്തിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അറബിയിൽ ദുആ ചെയ്യാൻ അറിയാത്തവർക്കാണ് ഇൻഷാ അല്ലാഹ് ഈ ദുആ തന്നിട്ടുള്ളത്. അല്ലാഹു പരിശുദ്ധമായ ബറാഅത്തിൻ്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.